മാസം 1-ാം തീയതി ആയിട്ട് ഇവിടെ 1-ാം തീയതി കയറുന്ന ചെറുക്കൻ എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. നമ്മുടെ സുമതി ചേച്ചിയുടെ മോൻ കണ്ണനാ ഇവിടെ 1-ാം തീയതി കയറുന്നേ. ഉള്ള കാര്യം പറയാലോ, ആ ചെറുക്കൻ വന്ന് ഇവിടെ 1-ാം തീയതി കയറിയതിന് ശേഷം ഇവിടെ വെച്ചടി കയറ്റവാ. ഇത് വെറും പാലല്ല, 2 സ്പൂൺ ഹോർലിക്സ് ഇട്ട് കലക്കിയ നല്ല അടിപൊളി പാല അവന് കൊടുക്കാനാ, അറിയാവോ? നീ അമറണ്ട, നിനക്കുള്ളത് ഞാൻ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മനുഷ്യനാകെ 2 കയ്യേ ഉള്ളേ, ഒരു കുടുംബിനിയായ ഞാൻ എങ്ങോട്ടൊക്കെ ഒന്ന് ഓടുമെന്ന് പറയുന്നു. ഓ ചേച്ചി, കണ്ണനാണോടാ? കണ്ണനാണ്. അവിടോട്ട് ഇരിക്കും, ഞാൻ ദാ വരുന്നേ. നിനക്ക് കുടിക്കാനുള്ളത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്ത് കുടിക്ക്. എനിക്കാ? നിനക്കാടാ, എടുത്ത് കുടിയടാ. ഇതില് ഇത് എവിടെ ഏത്? ആ മേശയിലോട്ട് നോക്കി ചേർക്കാ നീ ഒന്ന്. സംഭവം നമ്മൾ പല വീട്ടിൽ 1-ാം തീയതി ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ചിലയിടത്തുനിന്ന് കട്ടൻ ചായ, ചിലയിടത്തുനിന്ന് ചായ, ചിലയിടത്തുനിന്ന് ഹോർലിക്സ്, ഓട്സ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സംഭവം വെണ്ണ കട്ട് തിന്നുന്ന കണ്ണനെ കണ്ടിട്ടുണ്ട്, പിണ്ണാക്ക് വാരി തിന്നുന്ന കണ്ണനെ കണ്ടിട്ടുണ്ടോ? എന്തുവാടാ ചെറുക്ക ഈ കാണിക്കുന്നേ? പിന്നെ എന്തുവാ ഇത്? പശുവിന് കൊടുക്കാൻ വെച്ച സാധനം ഇല്ലയോ ഇത്? ഇവിടെ കുടിക്കാൻ പറഞ്ഞു. ഇത് എന്തുവാടാ നിന്റെ കണ്ണിനകത്ത്? എന്തുവാടാ നിനക്ക് കാണുന്നില്ല? ഒരു ഗ്ലാസ് പാൽ അവിടെ ഇരിക്കുന്ന നിനക്ക് കാണാൻ വയ്യായോ? സംഭവം ടേസ്റ്റ് ഇതാണ് കേട്ടോ. എടുത്തുകൂടി ഇറക്കാത്, എടുത്തുകൂടി. ഞാൻ അങ്ങ് രാവിലെ തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, 1-ാം തീയതി ആയിട്ട് നീ വേറെ അങ്ങോട്ട് പോവല്ലേന്ന്. അതെങ്ങനെ പോകും ചേച്ചി? ചേച്ചിനെ നേരിട്ട് ബുക്ക് ചെയ്തല്ലേ? ഏജൻസി വഴിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മാറിപ്പോയാ. നിനക്കിതിന് ഏജൻസി ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചി നേരെ എന്റെ വീട്ടിലോട്ട് വരൂലേ? അവിടെ ആരാ ഉള്ളത്? നിന്റെ അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് ചേച്ചി പറയും അവനെ അങ്ങ് 1-ാം തീയതിക്ക് വിടണേന്ന്. ആ കൊട്ടേഷൻ ആർക്കാ പോകുന്നത്? അച്ഛന്. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ചോദിക്കും 1-ാം തീയതി എന്റെ കമ്മീഷൻ 50-50 വർക്ക് എടുത്തത് ഞാനാണെന്ന് പറയും. അത് അച്ഛന് പോകും. അതുകൊണ്ടാ പറഞ്ഞ ഏജൻസി മുഖാന്തരമല്ല എന്നെ നേരിട്ട് വിളിച്ചത്. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ നിന്റെ അമ്മൂമ്മയോട് പറയാം. മതി, അമ്മൂമ്മയ്ക്ക് ആകുമ്പോൾ ചെലവില്ല, 2 പേർ ബീഡി തീരും. പിന്നെ അമ്മയ്ക്ക് 2 പേർ ബീഡി കൊടുത്താൽ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഈ നാട് നീളം ഇങ്ങനെ 1-ാം തീയതി കയറാൻ നടക്കുന്നതിന് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? ചേച്ചി ഉണ്ടോന്നാ? തങ്കമണി മാമി, ലതമാമി, മഞ്ജു മാമി ഇവരെയൊക്കെ വീട്ടിൽ ഞാൻ പോകുമ്പം എത്ര രൂപ തരുമെന്ന് അറിയുമ്പോ തങ്കമണി മാമി അർപ്പിക്കുക പോട്ടെ. ഈ ലതമാമി ഉണ്ടല്ലോ 100 രൂപ കാശ് തന്നിട്ടേ പോകും. എന്തോ കാര്യത്തിനാടാ? ഈ സുജാത ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാ 1001 രൂപയും 2 സ്പൂൺ ഹോർലിക്സ് ഇട്ട പാലുമാണോ നിനക്ക് കിട്ടുന്നത്? ചേച്ചി 2 സ്പൂൺ ഹോർലിക്സ് എനിക്ക് തരുമ്പോ 3 സ്പൂൺ ഐശ്വര്യ ഞാൻ വിട്ടിട്ട് പോകുന്നത്. ഈ പോകുന്ന വീട്ടിലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ഇരിക്കുള്ളൂ, ഫുള്ളെടുത്ത് വയ്ക്കൂല. ഫുള്ളെടുത്ത് വെച്ച് ഐശ്വര്യം മൊത്തം അവിടെ പോകും. ഇവിടെ വരുമ്പോഴല്ലേ ഞാൻ ഫുൾ ഇരിക്കുന്നത്, അപ്പോഴല്ലേ ഇവിടെ ഐശ്വര്യം കയറുള്ളൂ. അല്ലെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞുള്ളൂ കുടിക്കുന്ന ഹോർലിക്സിന് നന്ദി കാണിക്കണം. അതാണ്, അത് വേണം. നിന്റെ ആ ഒരൊറ്റ ഐശ്വര്യം കൊണ്ടാടാ എന്റെ ചേട്ടനൊന്ന് ഗൾഫിൽ പോയത്. അതൊക്കെ പോട്ട് ഞാൻ എന്റെ ചേട്ടനോട് ഞാൻ പറയുന്നുണ്ട് നിനക്ക് വേണ്ടി വിസ അടിക്കാൻ. എനിക്ക് വേണ്ടി ചേട്ടൻ എന്തിനാ വിഷം അടിക്കുന്നത്? നിനക്ക് വേണ്ടി വിസ അടിക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞു? എനിക്ക് വിസ ഒന്നും വേണ്ട. ഞാൻ ഈ 1-ാം തീയതി മാസം ഈ വീടാന്തരൊക്കെ കയറി ഇറങ്ങി കിട്ടുന്ന ചില്ലറൊക്കെ വാങ്ങിച്ച് നമുക്ക് ബാക്കിയുള്ള. എടാ കണ്ണ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ചേട്ടൻ ഗൾഫിൽ പോകാനുള്ള കാരണവും ഐശ്വര്യം നീയാണേ. അത് ഞാൻ തന്നെ ആണല്ലോ. എന്റെ ചേട്ടൻ 3 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പം നിനക്ക് എന്തോ സാധനം വേണമെന്ന് പറ, ഞാൻ പറയാം. നമുക്കൊന്നും വേണ്ട, നമുക്ക് നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം. നമ്മൾ 1-ാം തീയതി നിങ്ങൾ രക്ഷപ്പെട്ട് കാണണം, അത്രേ ഉള്ളൂ. എന്നാ പറച്ചിലാടാ പറയുന്നേ? നിനക്ക് എന്തോ വേണമെന്ന് പറ, ഞാൻ വിളിച്ച് പറയാം. ഒന്നും വേണ്ട, ചുമ്മാ ആവശ്യമില്ല. അത്ര ഇതാണെങ്കിൽ ഒരു വാച്ച് കൊണ്ടുവരാൻ പറ. വാച്ച്? എടാ, ഇത്രയും നല്ലൊരു ഐശ്വര്യം ഈ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഞങ്ങൾക്ക് നിനക്ക് വെറും ഒരു വാച്ചോ? പിന്നെ ഒരു സ്പ്രേ കൊണ്ടുവരാൻ പറ. ഇത്രയും വീട്ടിലൊക്കെ പോണില്ലേ? പേരാ പാരാ ഇവിടെ നടന്ന എന്റെ കെട്ടിയോനെ ഒരു ഗൾഫുകാരനാക്കിയത് ആരാ? ഇവനാണോ? നിനക്ക് വെറും ഒരു സ്പ്രേ മതിയോടോ നിനക്ക്? പിന്നെ എന്തെങ്കിലും ഇട്ടോളൂ. ഞാൻ പറയും, നിനക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാധനം ഗൾഫിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ പറയും. ടൈഗർ ബം. എടാ, അതാവുമ്പോ നിനക്ക് വയസ്സുകാലത്ത് വരെ ഉപയോഗിക്കണം. എന്തോ ഒരു പ്രയോജനമുള്ള സാധനം. പിന്നെ ഒരു ഗൾഫുകാരന്മാരും കൊണ്ടുവരുന്ന സാധനമാണല്ലോ. അതൊക്കെ പോട്ട്. ചേട്ടന് ഗൾഫിൽ എന്തോ പരിപാടി? അറബിയുടെ അണ്ടറിൽ നല്ല 1-ാം തരം ഒരു ജോലിയാ. 3 കൊല്ലം കഴിഞ്ഞിട്ടേ എന്റെ ചേട്ടൻ വരത്തുള്ളൂ. സത്യം. എന്റെ ദൈവമേ, 3 കൊല്ലം 3 നിമിഷം പോലെ പോയോ? എന്റെ 1-ാം തീയതി ഐശ്വര്യം ആയിരിക്കും അല്ലേ? എടാ, എന്റെ ചേട്ടനെ പോലില്ലയോടാ? എന്റെ ചേട്ടനെ പോലെയല്ലടി, എന്റെ ചേട്ടൻ തന്നെ. അയ്യോ, എനിക്ക് ഷോക്കായേ. എന്റെ ദൈവമേ, എനിക്ക് ഷോക്ക് അടിച്ചോ? പള്ളിവാസലിൽ നിന്ന് നേരിട്ട് കറണ്ട് അടിച്ച മാതിരിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എടി, കുടുംബക്കാരായ ഉത്തരവാദിത്തം വേണം. എയർപോർട്ടിൽ കൊണ്ടുപോയി തള്ളിയ പോരാ, തിരിച്ചു വിളിച്ചു കൊണ്ടാണ് വേണം ഉത്തരവാദിത്തം.
അത് 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ തിരിച്ചു വിളിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാവും, അറിയാമോ? എന്റെ ദൈവമേ, ഞങ്ങളെ തെക്കേടത്തെ ജോത്സ്യം പറഞ്ഞതാ ഇങ്ങാര് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വെച്ചടി കയറ്റമാന്ന് പറഞ്ഞതാ എന്നോട്. ആ ജോത്സ്യം പറഞ്ഞത് അച്ചട്ട വച്ചടി ചാട്ടമാർന്ന് കേട്ട ഈന്തപ്പനയുടെ മേളില്. അയ്യോ, എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഇങ്ങ് വന്നല്ലോ. കേടുപാട് കൂടാതെ പറയാൻ ഞാൻ എന്നെ വാറന്റി കാർഡുള്ള ഇൻഡക്ഷൻ കുക്കറാ. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് റിട്ടേൺ എങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു മിടുക്കുകൊണ്ടല്ല നിങ്ങൾ ഗൾഫിൽ പോയത്. ആ കണ്ണൻ ചെറുക്കൻ ഈ വീട്ടിൽ വന്ന് 1-ാം തീയതി കയറി ഒരു ഐശ്വര്യം കൊണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ പറ്റിയ. അത് വിട് ചേച്ചി, അത് വിട്. നിങ്ങളിപ്പോ ചേട്ടൻ വന്നില്ലേ, സംസാരിച്ചിരിക്കും. പിന്നെ മറ്റേ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോയാൻ എന്റെ ഇരിക്കുന്നതിന്റെ പൈസ. കണ്ണാ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിരിക്കരുത്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിരിക്കരുത്. എവിടെ അവിടെ കാടി ആർക്കാടി ഈ കാടി ആർക്കാടി? അതൊരു മദ്യത്തിന്റെ പേരല്ലയോ? അത് ബെക്കാടി, ഈ കാടി ആർക്കാടി? അതല്ലത്, ഈ കാടി ആർക്കാടി? എന്തുവാടാ ഈ പറയുന്നത് ഇങ്ങാര്? എനിക്കറിഞ്ഞൂടെ എന്തോണാ എടി ആർക്കാടി ആർക്കാടി ആർക്കാടി? ഈ കാടിയാണ്. ഈ കാടി പശുവിനാടി. നീ എന്നെ ആക്കാതടി, നീ ആക്കാതടി. അതല്ല ചോദിച്ചേ, ഇതാർക്കാടി? അത് 1-ാം തീയതി കയറാൻ വന്ന ആ ചെറുക്കന് കുടിക്കാൻ കൊടുത്ത പാലാ അത്. പിന്നെ പാല് കൊടുക്കാൻ അവന്റെ ആദ്യ രാത്രി അല്ലേ ഇവിടെ, അവന്റെ 1-ാം തീയതി.